പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ? അത് കോളിഫ്ലവർ വെച്ച് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഈ കോളിഫ്ലവർ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തത്. അത് നല്ലോണം ചെറിയ പൂക്കളായിട്ട് അടർത്തിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ 1 മണിക്കൂർ നേരം ഇട്ട് വെച്ചിരുന്നു. അതിലെ കീടങ്ങളൊക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ കോളിഫ്ലവർ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത്, എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് കരിവേപ്പിലയും ഇട്ട് അതൊന്ന് അടച്ചു വെക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ വെന്ത് ഉടഞ്ഞു പോയത്. ഇനി അത് വേവുന്ന നേരം കൊണ്ട് നമ്മൾ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2-3 ചുള ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഈ അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. കാരണം പച്ചടി ആയതിനു ശേഷം നമ്മളിത് തേങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് തേങ്ങ അരയ്ക്കുന്നത്. അങ്ങനെ അതിലേക്ക് ഇനി വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കയ്യിൽ മതി. ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തത്. അതുകൊണ്ട് 2 കയ്യിൽ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അത് അടച്ചു വെക്കുക. ഇനി ഇത് നമുക്കൊന്ന് വറവിടണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കടുക് ചതച്ചതാണ്. ഇതാണ് പച്ചടിക്ക് ടേസ്റ്റ് നൽകുന്ന സാധനമാണ്. എല്ലാവരും ചേർക്കുന്നതാണ് കടുക് പൊട്ടിച്ചത്, ചതച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് വറവിടാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടതാണ് ചുവന്ന മുളക്, വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത്. അതിൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ടാകും. പക്ഷേ കോളിഫ്ലവർ കൊണ്ട് ഒരുപക്ഷെ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പച്ചടി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ട്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.